ഗൈസ്, ഇതിനെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ അതേ ഗൈസ് അത് തന്നെ. വളരെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഈ ലെബൂബു എന്ന് പറയുന്നത്. സംഭവം ഒരു മോൺസ്റ്റർ ടോയ് ആണ്. സംഭവം എന്തായാലും ആദ്യം തന്നെ പണിവാളി. എന്നെ ഇത്രയും നാളെ സഹായിച്ചുകൊണ്ടിരുന്ന എന്റെ ട്രൈപ്പോഡ് അങ്ങോട്ട് പിന്നെ വല്ലവന് പുല്ലു ആയതു എന്ന് പറയുന്നത് പോലെ ഞാൻ ഒരു കുപ്പിയുടെ മണ്ടയ്ക്ക് അങ്ങോട്ട് വെച്ച് അഡ്ജസ്റ്റ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് തിരിച്ചു വരാം. വലിയൊരു തല, ചെറിയൊരു ഉടല്, പിന്നെ 2 കൈ 2 കാല്. സെലിബ്രിറ്റീസിന്റെ കയ്യിൽ കണ്ടിട്ടാണ് ഈ ഒരു സാധനം കൂടുതലായിട്ട് വൈറലായത്. ഇതിന് അത്യാവശ്യം നല്ല പൈസ ഉണ്ട്. പിന്നെ നമ്മുടെ മീശോ മാമൻ ഇതിന്റെ വലിയ ഡ്യൂപ്പ് ഇറക്കി കഴിഞ്ഞാൽ നമുക്കൊക്കെ വാങ്ങാം. ഇനി നമുക്ക് കയ്യിലും കാലിലും വെച്ച് കൊടുക്കാൻ വേണ്ടി വിരലുകൾ ഉണ്ടാക്കാം. പിന്നെ ഇത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ അകത്തോട്ട് ചെറുതായിട്ടൊന്ന് കുഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ച് നന്നായിട്ട് തന്നെ ഒട്ടി നിന്നോളൂ. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയൊരു കാര്യം, 2 ചെവികൾ കൂടെ അതിന് വെച്ച് കൊടുക്കണം. ഇതെല്ലാം നമുക്കൊന്ന് ഒട്ടിച്ച് സെറ്റ് ആക്കി എടുക്കാം. അതവിടെ ഇരുന്ന് ഉണങ്ങുന്ന സമയത്ത് ബാക്കി വന്ന ക്ലേ കൊണ്ട് ഞാൻ എന്റെ ഒരു കുഞ്ഞു റോസപ്പൂ ഉണ്ട്. ഈ ഒരു മഴ കാരണമാണ് ഞാൻ മെയിൻലി വീഡിയോസ് എടുക്കാത്തത്. കാരണം എനിക്ക് വെട്ടം കിട്ടത്തില്ല. ഈ ഒരു ഇരുന്ന് നിൽക്കുന്ന കാലാവസ്ഥയിലൊക്കെ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ വീഡിയോയുടെ ക്വാളിറ്റി നന്നായിട്ട് കുറയും. അതാണ് അതുകൊണ്ട് തന്നെ ഉണക്കാൻ വെച്ചതിന്റെ പിറ്റേന്നാണ് ഞാൻ ലെബൂബുവിനെ പെയിന്റ് അടിക്കാനായിട്ട് എടുത്തത്. ആദ്യം വിചാരിച്ച ഫേസിന്റെ ഭാഗം ഒഴിച്ചിട്ട് അവിടെ കണ്ണും മൂക്കൊക്കെ വരയ്ക്കാതെ പിന്നെ ഓർത്ത് വേണ്ട ഫുള്ളായിട്ട് കളർ അടിച്ചാദ്യം കൊടുക്കാം. ഞാൻ അടിച്ചു കൊടുക്കുന്ന ഈ ഒരു കളറാണ്. ഈ ഒരു കളറിൽ ലെബൂബു ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല. നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ലെബൂബു. അങ്ങനെ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ചെവിക്കുള്ളിൽ ലൈറ്റ് ഷെയ്ഡുള്ള ഏതെങ്കിലും ഒരു പേപ്പർ കട്ട് ചെയ്ത് ഫേസിന് വേണ്ടി അതേ പേപ്പർ തന്നെ എടുത്ത് അതിൽ ഈ ക്രൂരമായ മുഖം വരച്ചു കൊടുക്കണം. ഇതും കൂടെ ഒട്ടിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ലെബൂബു ഇവിടെ കംപ്ലീറ്റ് ആയി ഗൈസ്. ഇതാണ് എന്റെ വെർഷൻ ഓഫ് ലെബൂബു. എന്റെ കയ്യിൽ കീച്ചെയിന്റെ ചെയിൻ ഒന്നും ഇല്ലായിരുന്നു. അല്ലായിരുന്നെങ്കിൽ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് കീച്ചെയിൻ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഒറിജിനൽ ലെബൂബുവിന്റെ ഏകദേശം അടുത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലും കാലും കൈയും ഒറാങ്കുട്ടന്റെ ആയോ എന്നൊരു ഡൗട്ട് ഇല്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലേ വെച്ചുള്ള ലെബൂബുവിന്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരേക്കും ടാറ്റാ.